മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 7 ആണ്. അതിന്റെ പാർട്ട് 1 ആയ അംബർല സ്കേർട്ടിന്റെ കാൽക്കുലേഷൻ ആണ് ഇപ്പൊ പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗും ഉണ്ട്, എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. അംബർല സ്കേർട്ട് പാർട്ട് 1 കാൽക്കുലേഷൻ ആണ്. നമുക്ക് ആവശ്യമുള്ള അളവുകൾ എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് 14, വേസ്റ്റ് 19.5. ഇപ്പൊ ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രം മനസ്സിലാക്കുക. ബാക്കി എങ്ങനെയാണ് തുണി മടക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കട്ടിങ് വീഡിയോയിൽ കാട്ടിത്തരുന്നതായിരിക്കും. 0 to 1 നമ്മൾ വേസ്റ്റിന്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യാം. ഇപ്പൊ വേസ്റ്റ് പ്ലസ് 4 ചെയ്യുമ്പോൾ 19.5 പ്ലസ് 4 ചെയ്യുമ്പോൾ 23.5 കിട്ടി. അതിന്റെ 4-1 എടുക്കാം. അപ്പൊ 5.8 കിട്ടി. നമ്മൾ ഇനി അരയിൽ വേസ്റ്റിന്റെ ഭാഗത്തിന് ബെൽറ്റ് എന്നൊക്കെ പറയില്ല, അവിടെ അരയിൽ നമ്മൾ ഇലാസ്റ്റിക് ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ച് ആഡ് ചെയ്തതിന്റെ സ്ഥാനത്ത് 8 ഇഞ്ച് ആഡ് ചെയ്യണം. ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കണേ. എന്നിട്ട് അതിന്റെ കൂടെ 4-1 നമ്മൾ കണക്കിലെടുക്കുക. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ 0 to 1 ആയിട്ട് വരുന്നത്. അടുത്ത 0 to 2. ഇങ്ങനെ ഫുൾ ലെങ്ത് എത്രയാണോ കിട്ടിയ അതിന്റെ ബെൽറ്റ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ 2 ഇഞ്ചേ വരുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തേണ്ടത്. അപ്പൊ ഫുൾ ലെങ്ത് നമുക്ക് 14-ന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 12 കിട്ടി. അതിനോട് 1.5 ഇഞ്ച് ആഡ് ചെയ്യും. 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും മോൾ വശം നമുക്ക് ഈ ബെൽറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാനാണ് 1.5 ഇഞ്ച്. അങ്ങനെ 13.5 ഇഞ്ച് വരും. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ബെൽറ്റ് ആണ്. 3 to 4 നമ്മൾ സാധാരണയായിട്ട് 5 ഇഞ്ചാണ് എടുക്കാറ്. 3 to 6 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേസ്റ്റ് എത്ര കിട്ടി അതിന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യാം. 1 ഇഞ്ച് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി 2 സൈഡും മടക്കി അടിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ 5.8ന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 6.8 കിട്ടി. പിന്നെ സൈഡ് ഓപ്പണിംഗ് ആയിട്ട് സാധാരണയായിട്ട് 5 ഇഞ്ച് കൊടുക്കാറ്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഈ കാൽക്കുലേഷനുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.